ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ ദിവസങ്ങളിലെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമെങ്കിലും രാവിലെ മുതൽ ഒരു വൈകുന്നേരം വരെയൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഞാൻ വ്ളോഗ് എടുക്കുന്ന കാര്യം മറന്നു പോകും. പക്ഷേ ഇന്ന് എന്താണെങ്കിലും അത് കംപ്ലീറ്റ് ആയിട്ട് രാവിലെ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇന്ന് വ്ളോഗ് എടുത്തിരിക്കുന്നത്. അപ്പോൾ രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും കിച്ചണിൽ കയറി, എന്നിട്ട് പിന്നെ സ്കൂളിൽ കൊടുത്തുവിടാനുള്ള കാര്യങ്ങളാണ് റെഡിയാക്കിയത്. ആദ്യം അതിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ ഒന്നും ആയില്ലെങ്കിൽ ലേറ്റ് ആവുമല്ലോ. അപ്പോൾ പിന്നെ കറികളൊക്കെ ആക്കി അത് കഴിഞ്ഞ് പിന്നെ തങ്കുവിൻ്റെ ലഞ്ച് പാക്ക് ചെയ്തിട്ട് പിന്നെ തങ്കുവിനുള്ള ഫുഡും പാലും ഒക്കെ ആയിട്ട് റൂമിൽ പോയി. തങ്കുവിനപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേൽക്കാനായിട്ട് കുറച്ച് മടിയായിരുന്നു. പിന്നെ വെള്ളിയാഴ്ചയാണ്, ഇന്നും കൂടെ പോയാൽ മതി, 2 ദിവസം ഇനി സ്കൂളിൽ പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് തങ്കുവിനെ ഒന്ന് സെറ്റ് ചെയ്തത്. എന്നിട്ട് പിന്നെ തങ്കുവിനെ കുളിപ്പിച്ച് ഫുഡെല്ലാം കൊടുത്ത് വണ്ടിയിൽ കയറ്റി വിട്ട് 9 മണിയാകുമ്പോൾ തങ്കു സ്കൂളിലോട്ട് പോകും. തങ്കുവിനെ സ്കൂളിൽ വിട്ടിട്ട് പിന്നെ നേരെ കിച്ചണിൽ വന്നിട്ട് ദോശയായിരുന്നു ഇന്ന് രാവിലെ. അപ്പോൾ ദോശ ഉണ്ടാക്കി. എനിക്ക് ചൂടോടെ കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ പിന്നെ എനിക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രം ഞാൻ പെട്ടെന്ന് അങ്ങ് ആക്കും. ബാക്കി ചിലപ്പോൾ ചുട്ട് വെച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ ഞാൻ വേറെ അങ്ങ് ചൂടോടെ ആക്കുന്നതാണ് എനിക്കിഷ്ടം. പിന്നെ കാപ്പിയും വെച്ചിട്ട് ഭയങ്കര സമാധാനത്തിലിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പരിപാടി ക്ലീനിങ് ആണ്. തങ്കു സ്കൂളിൽ പോയി കഴിഞ്ഞ് റൂമിലോട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് കയറി ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങ് കാണുമ്പോൾ തന്നെ ഭ്രാന്താണ്. കാരണം കുളമായിട്ടായിരിക്കും റൂം കിടക്കുന്നത്. സത്യം പറഞ്ഞാൽ ബെഡ് ഒന്ന് വിരിച്ചു കഴിഞ്ഞാൽ തന്നെ റൂം പകുതി വൃത്തിയായതുപോലെ തോന്നും. അപ്പോൾ ആദ്യം തന്നെ ബെഡ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് തുണിയൊക്കെ കിടപ്പുണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് കഴുകാനുള്ളതൊക്കെ കഴുകാനിട്ടിട്ട് പിന്നെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് നേരെ താഴോട്ടൊന്ന് കുറേ ആയിപ്പോൾ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കിയിട്ട്. അപ്പം 2-3 വെറൈറ്റി ഫ്രൂട്ട്സ് വേണ്ട, പിന്നെ കുറച്ച് ഫ്രൂട്ട് സാലഡൊക്കെ ആക്കാൻ മേലെ. അങ്ങനെ പിന്നെ വെജിറ്റബിൾസ് എൻ്റെ വയലിൽ പെട്ടെന്ന് വെജിറ്റബിൾസ് എന്നുള്ള ഇതാണ് കയറി വരുന്നത്. ഫ്രൂട്ട്സൊക്കെ ഒന്ന് കഴുകി, ഈ അനാറാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകി എടുക്കും കേട്ടോ. അകത്തെ സാധനമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കും. പിന്നെ മുന്തിരി കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കും, ഉപ്പിട്ടിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് പിന്നെ അതൊന്ന് വൃത്തിയാക്കി എടുക്കുന്നത്. അങ്ങനെ പിന്നെ മുന്തിരി സീഡ്ലെസ് ആയതുകൊണ്ട് നല്ല ഈസി ആയിരുന്നു ഈ പ്രാവശ്യം കട്ട് ചെയ്യാനായിട്ട്. മുന്തിരിയൊക്കെ കട്ട് ചെയ്ത് പിന്നെ അനാറ് സാധാരണയായിട്ട് ഞാൻ ചെയ്യുന്നതേ ഇങ്ങനെ 2ആയിട്ട് മുറിച്ചിട്ട് ഒരു സ്പൂണിൻ്റെ ബാക്ക് സൈഡ് യൂസ് ചെയ്തിട്ട് അനാറിനിട്ട് നന്നായിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്യും. അങ്ങനെ ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ സീഡ്സൊക്കെ വെളിയിലോട്ട് വരും. കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് സീഡൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. എല്ലാവരും അങ്ങനെയാണോ ചെയ്യുന്നതെന്ന് അറിയത്തില്ല, ഞാൻ ചെയ്യുന്ന ഈ ഒരു മെത്തേഡിലാണ്. എനിക്ക് ആദ്യം ഞാൻ കഷ്ടപ്പെട്ട് ആ തൊലി മാത്രം പൊളിച്ചെടുത്തിട്ടായിരുന്നു ആക്കിക്കൊണ്ടിരുന്നത്. ഇവിടെ വന്നിട്ടാണ് ഇങ്ങനെ ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് പിന്നെ അടുത്തത് പാൽപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ കസ്റ്റാർഡിനുള്ള ക്രീം ആക്കുന്നത്. കസ്റ്റാർഡ് പൗഡർ ചേർക്കുന്നുണ്ട്, പാലിന് പകരം പാൽപ്പൊടി ചേർക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 5 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. 5 കൂടുതലെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്തിട്ട് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു 3 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് കുറച്ച് പാലൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടെ ചൂടായ പാലിലോട്ട് ചെറിയ ചൂടാകുമ്പോഴത്തേക്കുമാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് കൈ എടുക്കാതെ കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അതല്ലെങ്കിൽ കട്ട പിടിക്കും. പിന്നെ ഇവിടെ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അതാക്കി ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് വെക്കും. അത് കഴിഞ്ഞ് പിന്നെ റെഡിയായി പുറത്തൊന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. സാധാരണ ഞാൻ മിക്കവാറും വ്ളോഗ് എടുക്കുന്നത് പുറത്ത് വന്ന ദിവസങ്ങളിലാണ്. കാരണം ഉച്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പ്രോഗ്രാമും കാര്യങ്ങളും ഒന്നുമില്ല വീട്ടിലാണെങ്കിൽ. അപ്പോൾ അത് കാരണം പുറത്ത് വന്ന ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് കാണുമല്ലോ. അങ്ങനെ പുറത്ത് പോയി തിരിച്ച് വരാൻ നേരം തങ്കുവിനെ വിളിച്ച് പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാതെയാണ് വീട്ടിൽ നിന്ന് പോയത്. അങ്ങനെ പിന്നെ പുറത്തുനിന്നാണ് ഫുഡ് കഴിച്ചത്. അത് കഴിഞ്ഞ് വന്ന് തങ്കുവിൻ്റെ ലഞ്ച് ബോക്സ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത്, സ്കൂളിൽ നിന്ന് അങ്ങനെ കഴുകിയിട്ടല്ല കൊണ്ടുവരുന്നത്. അപ്പോൾ വന്ന ഉടനെ ആദ്യം ഞാൻ കഴുകി വെക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ബാഗിൽ കിടന്ന് ഞാൻ മറന്നു പോകും. അത് കാരണം വന്ന് കയറിയ ഉടനെ ലഞ്ച് ബോക്സ് കഴുകി വെക്കും. അതുപോലെ തന്നെ പിറ്റേന്ന് അവധിയാണെങ്കിലും ശരി ബുക്കെല്ലാം ഞാനൊന്ന് ചെക്ക് ചെയ്യും. എന്തെങ്കിലും ഹോംവർക്കൊക്കെ ഉണ്ടെങ്കിൽ ആ ഹോംവർക്കുള്ള ബുക്ക് ഞാൻ ടേബിളിൽ വെക്കും, ബാക്കിയുള്ളത് ബാഗിലോട്ട് എടുത്ത് മാറ്റും. കാരണം എന്നാന്നോ, എനിക്ക് മിക്കവാറും പറ്റുന്ന ഒരു അബദ്ധമാണ്, ഇപ്പോൾ അവധിയുള്ള ദിവസങ്ങളിൽ ഹോംവർക്ക് ചെയ്യാതെ ബാഗ് അതേപോലെ ഇരിക്കും. പിന്നെ എൻ്റെ വിചാരം ഹോംവർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഓർത്തിട്ട് ഞാനത് മറന്നു പോയിട്ട് തങ്കുവിന് അതേ ബാഗ് ഞാൻ കൊടുത്ത് വിടുകയും ചെയ്യും. അപ്പോൾ ഹോംവർക്ക് ചെയ്യാതെ ടീച്ചർ ആ പേജ് അങ്ങ് മടക്കി വെച്ചിട്ട് തിരിച്ചു വിടും. അപ്പോൾ അങ്ങനെ പറ്റാതിരിക്കാനായിട്ട് ഞാൻ വന്ന് കയറിയ ഉടനെ, അവധിയാണെങ്കിലും ശരി അല്ലെങ്കിൽ ശരി, വന്ന് കയറിയ ഉടനെ തന്നെ ബാഗ് ചെക്ക് ചെയ്യും.
ഹോംവർക്കുള്ള ബുക്ക് ടേബിളിൽ എടുത്ത് വെക്കും. അതാകുമ്പോൾ നമ്മൾ പിന്നെ മറക്കത്തില്ലല്ലോ. അത് കഴിഞ്ഞ് പിന്നെ തങ്കുവിനെ കൊണ്ട് മാക്സിമം അവധിയുള്ള ദിവസങ്ങളുണ്ടെങ്കിലും ശരി ഹോംവർക്ക് ഞാൻ ചെയ്യിക്കും. ഇല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ മറന്നു പോകും. അങ്ങനെ ഹോംവർക്ക് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും തങ്കുവിന് ചെറിയൊരു വിശപ്പ് തുടങ്ങി. അപ്പോൾ ഞാൻ ഓർത്ത് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ആക്കാമെന്ന്. അങ്ങനെ പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ആക്കി. അപ്പോൾ എനിക്ക് പ്ലെയിൻ ആയിട്ട് കഴിക്കാനായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു സോസ് പോലെയോ അല്ലെങ്കിൽ ചീസ് ഫ്രൈസൊക്കെ പോലെ എന്തെങ്കിലും ആക്കാമെന്ന്. അങ്ങനെ പിന്നെ ഒരു സവാളയുടെ പകുതി എടുത്ത് പിന്നെ ഒരു തക്കാളിയും പിന്നെ കുറച്ച് ബട്ടറും ഓയിലും കൂടെ ചേർത്തിട്ട് അതൊന്ന് സോട്ട് ചെയ്തെടുത്ത് അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ സ്റ്റോക്കില്ലേ അതിൻ്റെ ഒരു സാഷ എടുത്തിട്ടില്ല, അതിൻ്റെ ഒരു ഹാഫ് എടുത്ത് അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നു. അരച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഞാൻ ഫ്രിഡ്ജ് ഓരോ പ്രാവശ്യം തുറക്കുമ്പോഴത്തേക്കും എനിക്ക് ഓരോ സംഗതികൾ കിട്ടും. അപ്പം ഞാൻ അതും കൂടെ ഈ ഒരു മിക്സിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരുന്നേ. അപ്പോഴത്തേക്ക് ഇതിൻ്റെ കൂടെ ഞാൻ ഇനി കുറച്ച് ഫ്രഷ് ക്രീമും ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ പാൻ ഇവിടെ ഞാൻ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഫ്രഞ്ച് ഫ്രൈസ് അതിലോട്ട് ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു സോസ് ചെറിയ സ്പൂണിൽ കോരി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഒറിഗാനോയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എരിവൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ മോസറല്ല ചീസാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ സംഭവം ഭയങ്കര അടിപൊളിയാണെന്നൊന്നും പറയത്തില്ല, പക്ഷേ പ്ലെയിനായിട്ട് ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുന്നതിലും കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്തോട്ട് ചിക്കനൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റും കിട്ടും. 1 മിനിറ്റ് തന്നെ ധാരാളം മതി നമ്മുടെ ഈ ചീസ് ഒന്ന് മെൽറ്റായി കിട്ടാനായിട്ട്. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം കൂടെ അങ്ങനെ വെച്ച് അപ്പം നന്നായിട്ട് ആ ഒരു ചൂടിലിരുന്നിട്ട് നമ്മുടെ ചീസ് മെൽറ്റ് ആയിക്കോളും. അപ്പോൾ ഈ ചീസ് പുള്ള് കാണാൻ തന്നെ ഒരു രസമാണ്. പിന്നെ പിള്ളേർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ചീസും ഫ്രൈസും അങ്ങനെയുള്ള സംഗതികളൊക്കെ അല്ലേ. ഫ്രഞ്ച് ഫ്രൈസിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ നാച്ചോസിലും ഈ ഒരു സംഭവം ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ചെറിയൊരു ബൗളിലോട്ട് ഫോട്ടോ എടുക്കാൻ എന്നുള്ള ഉദ്ദേശത്തിലൊക്കെ മാറ്റിയതാണ്. പിന്നെ ഫോട്ടോ എടുപ്പൊന്നും നടന്നില്ല. എല്ലാവരും കൂടെ അതങ്ങ് കഴിച്ച് പെട്ടെന്ന് തന്നെ സംഭവം തീർന്നിട്ടുണ്ടായിരുന്നേ. കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പുറത്ത് ഭയങ്കരമായിട്ട് പടക്കം പൊട്ടുന്നതൊക്കെ സൗണ്ട് കേട്ടു. അങ്ങനെ വെളിയിലോട്ട് നോക്കിയപ്പോഴത്തേക്കും പടക്കം പൊട്ടുന്നത് കാണാം. അപ്പോൾ പിന്നെ കുറച്ച് നേരം പോയി അതൊക്കെ നോക്കിയിരുന്നു. അവിടെ പള്ളിയിൽ പെരുന്നാളാണ്. അപ്പോൾ അത് കുറച്ച് നേരം പോയി കണ്ടു നിന്ന് പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫ്രൂട്ട് സലാഡ് ഉണ്ടല്ലോ അതും കുറച്ചെടുത്ത് കഴിച്ച്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് നിങ്ങൾക്ക് പറയുകയും ചെയ്യാം. അപ്പോൾ വീണ്ടും നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം.